ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 40 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 39 അധ്യായത്തിൽ അടിമത്തത്തിൽ ആയി കിടക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ കിടക്കുന്നതായിരിക്കുന്ന യോസഫിനെയാണ് നമ്മൾ കണ്ടത്. പോത്തിഫറിൻ്റെ ഭാര്യ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് അവനെ ജയിലിലാക്കിയ കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ ജോസഫ് കിടക്കുന്നത് കാരാഗൃഹത്തിലാണ്. ഈ 40 അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്നതായിരിക്കുന്ന 2 കഥാപാത്രങ്ങൾ, ഒന്ന് പാനപാത്രവാഹകനും അപ്പക്കാരനും, അതായത് മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനുമായിരിക്കുന്ന 2 പേരെക്കുറിച്ചാണ്. അവർ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്യുകയും അങ്ങനെ അവരുടെ മേൽ ആ കോപം വന്നിട്ട് അവരെ ഈ അകമ്പടി നായകൻ്റെ വീട്ടിലുള്ളതായിരുന്നു, അതായത് ജോസഫ് ബദ്ധനായി കിടന്ന അതേ കാരാഗൃഹത്തിൽ ഈ പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും ആക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം ചിന്തിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തികച്ചും യാദൃശികമായി നടക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് ഇന്ന് ചിന്തിക്കാം, അല്ലേ? ദൈവം അറിയാതെ ഒരു കാര്യം പോലും നടക്കുന്നില്ല. അവിടെയും ദൈവം ചില കാര്യങ്ങളെ ജോസഫിനെ ദൈവം അവിടെ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ താഴേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായാലും അകമ്പടി നായകൻ ജോസഫിൻ്റെ കയ്യിലാണ് ഈ പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും ഏൽപ്പിച്ചത്. അങ്ങനെ കുറേ കാലം അവരവിടെ തടവിൽ കിടക്കുക. അപ്പോൾ ജോസഫും അവിടെ തടവിൽ കിടക്കുകയാണ്. അങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്ത് 2 പേരും, അതായത് പാനപാത്രവാഹകനും അപ്പക്കാരനും ഒരേ രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ളതായിരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. 2 പേരും ഓരോ സ്വപ്നം കണ്ടു. അപ്പം രാവിലെ ജോസഫ് അവരുടെ അടുക്കൽ ചെന്ന് നോക്കിയതായിരിക്കുന്ന സമയത്ത് അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു, അല്ലേ? ജോസഫിൻ്റെ ഒരു നല്ല സ്വഭാവം നമ്മളിവിടെ കാണുകയാണ്. വിഷമിച്ചിരിക്കുന്ന തൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന ആളുകൾ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന യോസഫിനെ കാണാം. വിഷാദഭാവത്തോടെ നിങ്ങൾ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് അവരുടെ അടുക്കൽ ചെല്ലുന്ന ജോസഫ്, അല്ലേ? യോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, തനിക്ക് ബുദ്ധിമുട്ടുകളില്ലായ ഒന്നും തൻ്റെ ജീവിതത്തിലില്ല. ഈ കാരാഗൃഹം വാസം തുടങ്ങിയിട്ട് നാളുകളായി, വർഷങ്ങളായി താൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റുള്ളവരുടെ തൻ്റെ ദുഃഖം ഒരു സൈഡ് നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തെ കാണുന്ന നല്ലൊരു ഭക്തനായ ജോസഫിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ച് തരാനായിട്ട് ആരുമില്ല എന്ന് പറയുക, അല്ലേ? അപ്പോൾ ജോസഫ് പറയുന്ന കാര്യമുണ്ട്, സ്വപ്ന വ്യാഖ്യാനം ഉള്ളതല്ലയോ, അത് എന്നോട് പറയുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അല്ലേ? നിങ്ങൾ എന്നോട് കാര്യം പറയേ, അത് ആര് ചെയ്യും? വ്യാഖ്യാനം ആര് ചെയ്യും? വ്യാഖ്യാനം ദൈവം ചെയ്യും. കാര്യം സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ദൈവത്തിനാണ് കഴിയുന്നത്, അല്ലേ? അതുപോലെ പൂർണ്ണ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. നിങ്ങൾ എന്നോട് കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാലും അത്ഭുതം ചെയ്യുന്നത് ദൈവമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സൗഖ്യമാകും, ഒരു പക്ഷേ നിങ്ങളുടെ മേലുള്ളതായിരിക്കുന്ന ഭൂതം വിട്ടൊഴിഞ്ഞു പോകും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളൊക്കെ ചിലതെല്ലാം ദൈവം എടുത്തു മാറ്റിക്കളയും, കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം വരും, സന്തോഷം വരും, അല്ലേ? ചില അഭിഷിക്തന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ അത്ഭുതം നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മേൽ വ്യാപരിക്കുന്നതായിരിക്കുന്ന ഒരു ശക്തിയുമല്ല അതിൻ്റെ പിന്നിലായിരിക്കുന്നത്. നമ്മളെ വെറുതെ ഒരു പാത്രമാക്കി ദൈവം അവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലേ? അവിടെ യോസഫ് വളരെ വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുകയാണ്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, സൗഖ്യം ദൈവത്തിനുള്ളതല്ലയോ, അല്ലേ? എല്ലാത്തിനകത്തും നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്, അല്ലെ? നമ്മളിലൂടെ ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നമ്മളെയും അങ്ങനെ തന്നെ ഒരുക്കട്ടെ. യോസഫിനെ പോലെ പൂർണ്ണ മഹത്വവും ദൈവത്തിന് കൊടുപ്പാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ. താഴേക്ക് വായിക്കുമ്പോൾ പാനപാത്രവാഹകരുടെ പ്രമാണി ആദ്യം സ്വപ്നം പറയുക. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഞാൻ മുന്തിരി വള്ളിയിൽ 3 കൊമ്പ് കണ്ടു, അത് തളിർത്ത് പൂത്ത് കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. അങ്ങനെ ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോൻ്റെ പാത്രത്തിൽ അത് പിഴിഞ്ഞു, പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് കണ്ടു.
അതാണ് അദ്ദേഹം കണ്ട സ്വപ്നം. അപ്പോൾ യോസേപ്പ് പറയുകയാണ്, അതിൻ്റെ അർത്ഥം ഇതാ, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിക്കും, വീണ്ടും നീ നിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ച് ആ പൊസിഷനിലേക്ക് നീ കയറും, നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നുള്ളതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ സ്വപ്ന വ്യാഖ്യാനമൊക്കെ കഴിയുമ്പോൾ അവിടെ യോസേപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം, എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കണം, എത്രത്തോളം പെയിൻ തൻ്റെ ഉള്ളത്തിലുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ വേറെങ്കിലും ജോസഫ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലേ? താൻ അത്രയും നാളത്തെ ഒരു പീരീഡിൻ്റെ അകത്ത് തനിക്ക് ഒത്തിരി വേദനകൾ തൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവൻ എന്തായാലും കൂടെ കിടന്നതായിരിക്കുന്ന ഒരു കാരാഗ്രഹത്തിൽ കിടന്നതായിരിക്കുന്ന ഒരു വ്യക്തി പുറത്ത് പോകുമ്പോൾ അവിടെ പറയുകയാണ്, നീ എന്നെ ഒന്ന് ഓർക്കണം, എന്നോടൊന്ന് ദയ ചെയ്യണം, ആ ഫറവോനെ എൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തണം. അല്ലേ? താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കാര്യം നമുക്ക് കാണാം. ഈ വ്യക്തി ഇവനെ മറന്നു പോകുന്നെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്തായാലും താനവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ ഓർക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യമായിരുന്നു. അല്ലെ? നീ എന്നെ ഓർക്കണം. പക്ഷേ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഈ വ്യക്തി അവനെ ഓർത്തില്ല. ദയ കാണിക്കണമെന്ന് പറഞ്ഞു, ദയ കാണിച്ചില്ല. ഫറവോൻ്റെ അടുക്കൽ എൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു, ആ വസ്തുത അവിടെ ആ സമയത്ത് അവിടെ ബോധ്യപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടുന്ന് ചെന്ന ഫറവോൻ്റെ ആ പാനപാത്രവാഹകൻ അവിടെ തിരിച്ചു കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഇതൊന്നും അദ്ദേഹം ചെയ്യാനായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും ഈ അർത്ഥവ്യാഖ്യാനം കഴിഞ്ഞു. താഴേക്ക് വരുമ്പോൾ അപ്പക്കാരുടെ പ്രമാണി കണ്ട സ്വപ്നം പറയുക. ആ സ്വപ്നം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. അതാണ് അദ്ദേഹം കാണുന്ന സ്വപ്നം. മേലിലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യോസഫ് അർത്ഥം പറയുകയാണ്, 3 കൊട്ട 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിൻ്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും, പക്ഷികൾ നിൻ്റെ മാംസം തിന്നുകളയും എന്ന് ഉത്തരം പറഞ്ഞു. എന്തായാലും ഈ പറഞ്ഞ 2 കാര്യങ്ങളും അവിടെ അതുപോലെ തന്നെ സംഭവിക്കുക. പാനപാത്രവാഹകൻ്റെ പ്രമാണി തിരിച്ച് അവിടെ ഫറവോൻ്റെ ഓഫീസിലേക്ക് അവിടെ ജോയിൻ ചെയ്യുന്നു. അടുത്തതായിട്ട് അപ്പക്കാരൻ്റെ പ്രമാണിയെ തൂക്കിക്കൊല്ലാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫറവോന് ഒരു തിരുനാളിൽ, അങ്ങനെയാണ് അവിടെ പറയുന്നത്, ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസീദാസന്മാർക്കും വിരുന്ന് കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞതായിരിക്കുന്ന പാനപാത്രവാഹകനെയും ഈ അപ്പക്കാരനെയും ഒക്കെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷേ ഒരാൾക്ക് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, ആളെ തിരിച്ചെടുത്തു. പക്ഷേ രണ്ടാമത് അപ്പക്കാരനെ തൂക്കിക്കൊല്ലാനിടയായി തീർന്നു. അങ്ങനെ ആ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം അങ്ങനെ തന്നെ നടക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഈ 40-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്, എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോഴും അല്ലെ, നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, മനുഷ്യർ പലപ്പോഴും മറന്നു കളയും. നമ്മൾ ദയ കാണിക്കണമെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞതും ഒക്കെ മനുഷ്യർ ഒരുപക്ഷെ മറന്നു കളയില്ലേ. നമ്മൾ എത്രയോ പേരുടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? ചിലപ്പോൾ ഒക്കെ നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കുമായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുപോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരാ ഉദ്ദേശിക്കുന്ന അളവിലൊന്നും വിശ്വസ്തയോടെ നിൽക്കാനോ ഒന്നും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവിടെ കാണുന്നത്. യോസഫിനെ ദൈവം അവിടെ കാരാഗ്രഹത്തിലാക്കിയതും ഇവിടെ വന്നതായിരിക്കുന്ന ഈ പാനപാത്രവാഹകനും ഈ അപ്പക്കാരനും ഇവിടെയൊക്കെ വന്നതും വെറുതെയല്ല. കാര്യം യോസഫ് അവരോട് ഈ കാര്യം പറഞ്ഞു. അല്ലേ? മനുഷ്യരോട് ജോസഫ് തൻ്റെതായിരിക്കുന്ന ആ ഒരു പെയിൻ അകത്ത് നിന്ന് താൻ 2 വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. അവിടെയും ദൈവം യോസഫിനെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഇവർ മറന്നു കളഞ്ഞത് ഗുണമായി തീർന്നു. അല്ലേ? ഇവരന്നേരം താഴേക്ക് നമുക്ക് അടുത്ത ദിവസം പഠിക്കുമ്പോൾ 41-ാം അധ്യായത്തിനകത്തൊക്കെ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഈ പ്രമാണി മറന്നു കളഞ്ഞത് എത്ര ഗുണമായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാര്യം അടുത്തത് ഫറവോൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ ഫറവോൻ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നത്. അപ്പോൾ ഈ അപ്പക്കാരൻ മറന്നു കളഞ്ഞത് എങ്ങനെ ഗുണമായി എന്ന് വീണ്ടും നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യർ മറന്നാലും ആരൊക്കെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കേൾപ്പിച്ച ആ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.